കുടുംബജീവിതങ്ങൾ തകർക്കുന്ന വക്കീലന്മാർ എന്ന ടോപ്പിക്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചു, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. അതിനകത്തൊരു പ്രധാനപ്പെട്ട സംശയമാണ്, ഇപ്പം എനിക്കൊരു 30 വയസ്സേ ഉള്ളൂ. ഞാൻ 30ാമത്തെ വയസ്സിൽ ഡൈവോഴ്സ് കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കോൺടെസ്റ്റ് ഡൈവോഴ്സാണ്. അപ്പോൾ എൻ്റെ കേസ് തീരാൻ ചിലപ്പോൾ ഒരു 10-12 കൊല്ലം എടുത്തേണ്ടി വരും. അപ്പോൾ അതിനിടയിൽ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ ലിവിങ് ടുഗദർ എന്ന ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ലിവിങ് ടുഗദറിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള വശങ്ങൾ എല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളുടെ വക്കീലിനോടും നിങ്ങളുടെ സൈക്കോളജിസ്റ്റിനോടും ഒക്കെ ചോദിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഞാൻ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ലിവിങ് ടുഗദർ എന്താണ്, ലിവിങ് ടുഗദറിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡ്രോബാക്ക് എന്താണ്, അതെല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കൾച്ചറാണ്. അതായത് വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ കപ്പിൾസ് അവർ വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിക്കും. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എഗ്രിമെൻ്റ് ആയിരിക്കും. അതായത് ലിവിങ് ടുഗദർ വിത്തൗട്ട് എഗ്രിമെൻറ്റ്. അത് ആ സമയത്ത് യാതൊരുവിധ എഗ്രിമെൻറ്റുകളും കാണത്തില്ല. അവർ ക്യാഷ്വലായിട്ട് ജീവിക്കും. അതിനുശേഷം ചിലപ്പോൾ ഒരുപക്ഷെ രണ്ടാമത് അവരെന്താണ് ലിവിങ് ടുഗദർ വിത്ത് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കുറേ ഉടമ്പടികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആയിരിക്കും ആ ലിവിങ് ടുഗദർ മുന്നോട്ട് പോകുന്നത്. അതിനകത്തിൽ അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ വീട്ടുജോലികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഫിനാൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റപ്പ് ചെയ്ത് ഒരു ഡീഡ് ഉണ്ടാക്കിയതിന് ലിവിങ് ടുഗദർ വിത്ത് എഗ്രിമെൻറ്റ്. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾ, അതായത് പങ്കാളി എന്ത് ചെയ്താലായിരിക്കും റിലേഷൻഷിപ്പ് ഉപയോഗിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകും, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പലപ്പോഴും ഫോറിൻ കൺട്രീസിലൊക്കെയാണ് 2-3 കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കും അവർ വിവാഹം എന്ന് പറഞ്ഞ ഉടമ്പടിയിലേക്ക് പോകുന്നത്. അതായത് നമുക്കറിയാം, വിവാഹം എന്ന് പറഞ്ഞത് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് പുറത്തു വരാൻ അത്രത്തോളം ബുദ്ധിമുട്ടുകളാണ്, നിയമപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഡൈവോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയൊക്കെ കടന്നു വരുന്ന സമയത്ത്. അപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ അവർ ഈ ഒരു ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിവാഹത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ലിവിങ് ടുഗദർ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലീഗലല്ല, അല്ലെങ്കിൽ അതൊരു ക്രൈമല്ല. അതായത് ഒരു ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരുമിച്ച് താമസിക്കുന്ന ആൾക്ക്, അതായത് കപ്പിൾസിന്, അത് ഏത് ജെൻഡറിലുള്ള ആളുകളാണെങ്കിലും ഒരുമിച്ച് താമസിക്കുക. അതിന് യാതൊരുവിധ എന്താണ് പറയുക, ഇല്ലീഗാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് കുറ്റകൃത്യവുമല്ല. അതായത് പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീക്കും പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ സ്വന്തം ഇഷ്ടപ്പാരം, അതിൻ്റെ വരുംവരായികളെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ഭർത്താക്കന്മാർ വിളിച്ച് ചോദിച്ച ചോദ്യമാണ്, എനിക്ക് 30 വയസ്സേ ഉള്ളൂ, എൻ്റെ കേസ് കോടതിയിൽ നടക്കുകയാണ്, കണ്ടസ്റ്റഡ് ഡിവോഴ്സാണ്, കേസ് നടക്കാൻ ഒരു 10-15 വർഷമൊക്കെ, എൻ്റെ ജീവിതം പോയി, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, അതായത് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, നിങ്ങളൊരു വിവാഹം എക്സിസ്റ്റ് ചെയ്യണം, വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ലിവിങ് ടുഗദർ നടത്തുന്നതിന് യാതൊരുവിധ നിയമ പ്രശ്നങ്ങളുമില്ല. നിങ്ങൾക്ക് ധൈര്യമായി ലിവിങ് ടുഗദറിന് പോകാൻ പറ്റാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ബൈഗമി എന്താണ് പറയുക, അല്ലെങ്കിൽ ബഹുഭാര്യാത്വം, അല്ലെങ്കിൽ എന്താണ് ബഹുഭർത്തൃത്വം ഒന്നും ഇവിടെ പറ്റത്തില്ല. അതായത് നിങ്ങളൊരു മാരേജ് റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണ് പറയുക, ലിവിങ് ടുഗദറിന് പോകുന്നതിന് ഇവിടെ യാതൊരുവിധ നിയമ തടസ്സമില്ല. നിങ്ങൾ IPC 494, IPC 495 എന്നൊക്കെ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു മാരേജ് നിലവിലിരിക്കുക തന്നെ നിങ്ങൾ മറ്റൊരു വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ഒഫൻസാണ്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് പറയുക, നിങ്ങൾ വിവാഹിതനാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഒരു ലിവിങ് ടുഗദർ, നിങ്ങളോട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയോടൊപ്പം നിങ്ങൾക്ക് മാറി താമസിക്കുകയോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവരോടൊപ്പം തന്നെ താമസിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അവർ കുട്ടികളുണ്ടാകുന്നതിനും യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ലതാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറയുന്ന ഒരു കേസ് സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്തിൽ 2006 കേസാണ്. അതിനകത്തിൽ പറയുന്നുണ്ട് ലിവിങ് ടുഗദർ ഇല്ലീഗൽ അല്ല എന്നുള്ള ഒരു വിധി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2013 ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, ഇന്ദിരാ ശർമ്മ വേഴ്സസ് VKP ശർമ്മ എന്ന് പറഞ്ഞൊരു കേസാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ലിവിങ് ടുഗദർ ഒരു പാപമോ സദാചാര വിരുദ്ധമോ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ജഡ്ജ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് ലിവിങ് ടുഗദറിനെ കുറിച്ച്, എന്താണ് കോടതിയുടെ നിരീക്ഷണം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ നിരീക്ഷണം എന്താണെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മുടെ നാട്ടിലെ ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലെ ലിവിങ് ടുഗദർ തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് അവിടെ റിലേഷൻഷിപ്പിനൊന്നും വലിയ വാല്യൂ ഇല്ല. അതായത് ഒരു എന്താണ് പറയുക, കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഈ പേരൻസിൽ തമ്മിലാണെങ്കിലും വലിയൊരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കാണത്തില്ല. അതോടൊപ്പം തന്നെ അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികളെ നോക്കാനുള്ള ഒരു എന്താണ് പറയുക, വളരെ വലിയൊരു സംവിധാനം അവിടെയുണ്ട്. അതായത് സ്റ്റേറ്റ് തന്നെ എന്താണ് പറയുക, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും, അവരെ ഒരു 18 വയസ്സ് വരെ
അവന് നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് അവനെ ഏറ്റെടുത്ത് വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ് ലിവിങ് റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങൾ താമസിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഹസ്ബൻഡ് ഏത് സമയം വിട്ടുപോകാം, അല്ലെങ്കിൽ ഭാര്യ ഏത് സമയം വിട്ടുപോകാം. അപ്പോൾ ഈ കുട്ടിക്ക് അവകാശങ്ങളുണ്ട്. അതായത് ഒരു നിയമപരമായിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും, അച്ഛൻ്റെ കെയറും അമ്മയുടെ കെയറും ഒക്കെ കിട്ടാനുള്ള സാധ്യതകളെല്ലാം എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യമൊക്കെ അനുസരിച്ച് ആ കുട്ടി ശരിക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ എന്താണ് പറയുക, ഈ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണെങ്കിൽ എന്താണ് ലിവിങ് റിലേഷൻഷിപ്പിൽ ഒരു കുട്ടിയൊക്കെ വന്നാൽ അവരൊരു ബ്രേക്കപ്പായി രണ്ടുപേരും സ്പ്ലിറ്റായിക്കെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു മുന്നോട്ടുള്ള പോക്കൊക്കെ വളരെയധികം എന്താണ് പറയുക ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ഭാര്യയെ എന്നുള്ള ഒരു പ്രിവിലേജുകൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതായത് വിവാഹമെന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് കിട്ടുന്നത്. അപ്പോൾ ആ പ്രിവിലേജസ് ഒന്നും എന്താണ് പറയുക നമുക്ക് ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്, സാധ്യതയില്ല. അപ്പോൾ പിന്നീട് നിങ്ങളൊരു 7-8 വർഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു എന്താണ് ആനുകൂല്യം കിട്ടാൻ അത്തരത്തിലുള്ള കേസ് ഫയലുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് ഒരു കൂരയ്ക്കണ്ടറിൽ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക, നിങ്ങൾക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഫിനാൻഷ്യലായിട്ടൊക്കെ അബ്യൂസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോയി കേസൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നീട് എന്താണ് പറയുക, CRPC 125 വെച്ചുള്ള എന്താണ് പറയുക മെയിൻ്റനൻസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ലോങ് ടൈം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിലും. അല്ലാതെ മറ്റൊരു അവകാശം ഈ ഭാര്യയ്ക്ക് കിട്ടുന്നില്ല. പക്ഷേ കുഞ്ഞിനാണെങ്കിൽ അതായത് നിയമപരമായിട്ടുള്ളൊരു കുട്ടിക്കുള്ളതുപോലെ തന്നെ ലിവിങ് ടുഗദറിൽ ഉണ്ടാകുന്ന കുട്ടിക്കും അതേ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ലിവിങ് ടുഗദറിൽ ഇരിക്കുന്ന ആൾ, അതായത് മറ്റ് ഒരാളുടെ ഭർത്താവാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ മെയിൻ്റനൻസിന് പോയാലും അതെന്താണ് പറയുക, അവർക്ക് മെയിൻ്റനൻസ് അനുവദിച്ച് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഓൾറെഡി ഇയാൾ മറ്റൊരാളുടെ ഭർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഞാനത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ വിളിച്ച ഒരുപാട് കേസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ലിവിങ് ടുഗദർ കേസിലൊക്കെ വളരെ ഒരു അപകടകരമായ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പങ്കാളികളിൽ ഒരാൾക്ക് റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആവുകയും ഒരാൾക്ക് വളരെ നോർമലായിട്ട് ഫീൽ ചെയ്യും. പിന്നീട് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് ഒരാൾ വളരെ ഡിപ്രസ്ഡ് ആവുകയും ഒരാൾക്ക് വളരെയധികം വിഷമങ്ങളുണ്ടാവുകയും അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത്ര ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ല തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ മാച്ചിങ് ആയിട്ടുള്ള ആളെ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരഞ്ഞെടുക്കാവൂ. അതോടൊപ്പം തന്നെ ഏത് നിമിഷവും മറ്റേ പങ്കാളി വിട്ടുപോകുന്നൊരു തോന്നലുണ്ടാകണം. അപ്പോൾ അങ്ങനെ ആങ്സൈറ്റിയോട് കൂടിയൊക്കെ ജീവിക്കുന്ന കപ്പിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം ചില റിലേഷൻഷിപ്പ്, അതായത് ചില ഭർത്താക്കന്മാർ ചില ലിവിങ് ടുഗദറിന് പോയതിനു ശേഷം അവിടെ ഒരു പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആദ്യം അവരൊരു സാധാരണ റൊമാൻറ്റിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അവരോടൊപ്പം കുറച്ചാൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയും പിന്നീട് അവിടെ വളരെയധികം പ്രഷറിലേക്ക് പോവുകയും അവരുടെയൊക്കെ ജീവിതമൊക്കെ തകർന്നു പോകുന്ന അവസ്ഥയിലൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന് അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതാണ് അതിൻ്റെ സൈക്കോളജിക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ വീഡിയോ ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിവാഹമോചന കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ കേസൊക്കെ തീരാൻ ഒരുപാട് നാളെടുക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലിവിങ് ടുഗദറിലേക്ക് പോകുന്നതിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. നിങ്ങൾ യാതൊരു വിധത്തിൽ വിവാഹം അങ്ങനെയുള്ളൊരു പ്രോസസ്സിലേക്ക് പോകാതിരുന്നാൽ മതി. നിങ്ങളുടെ ഒരു ആദ്യത്തെ കേസ് ഡൈവോഴ്സായി കിട്ടുന്ന ഒരു മുറയ്ക്ക് പിന്നീട് അതിനുശേഷം അതിൻ്റെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വിവാഹബന്ധം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ചെയ്തു പോയി കഴിയുമ്പോൾ രണ്ടാമത്തെ മാരേജ് വാലിഡ് ആവുന്നതായിരിക്കും. അത് ഡൈവോഴ്സ് ആയതിനു ശേഷം മാത്രമേ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യൂ. അതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഭാര്യയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കേസ് കണ്ടിന്യൂസ് ആയിട്ട് കോടതി നടന്നുകൊണ്ട് അതൊരു 10-12 കൊല്ലം എടുക്കും. പക്ഷേ നിങ്ങൾക്കൊരു 30 വയസ്സേ ഉള്ളൂ. നിങ്ങളുടെ കേസൊക്കെ തീർന്ന് എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം പോയി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്കൊരു ലിവിങ് ടുഗദർ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊരു വിവാഹ ഉടമ്പടിയിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്കൊരു പർട്ടിക്കുലർ മുസ്ലിം കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഏതൊരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒന്നിലധികം വിവാഹം കഴിക്കുക. അപ്പോൾ ആ കേസിൽ നമ്മളിവിടെ കഴിയുന്നത് ഇത് നമ്മൾ നോർമലായിട്ടുള്ള കേസാണ് സംസാരിക്കുന്നത്. മറ്റുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാം. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അതിനകത്തൊരു കുട്ടി ഉണ്ടായാൽ തന്നെ കുട്ടിക്ക് എല്ലാ അവകാശങ്ങളും കിട്ടും. ലിവിങ് ടുഗദറിലാണെങ്കിൽ കുട്ടിക്ക് എല്ലാ അവകാശങ്ങളും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ
സൈക്കോളജിസ്റ്റിൻ്റെ ഒരു അഡ്വൈസ് എടുക്കുക, നിങ്ങളുടെ വക്കീലിൻ്റെ അഡ്വൈസ് എടുക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് എന്നെ വിളിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ കേസിട്ട് ജീവിതം തകർന്നു പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാ, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജീവിതം എല്ലാമേ തകർന്നു എന്ന് വെച്ച് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഇൻഫർമേഷനാണ്, നിങ്ങൾക്കൊരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ തരുന്നത്. തീരുമാനം നിങ്ങളുടെയാണ്, ഞാനതിന് യാതൊരു ഉത്തരവാദിയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പുതിയതായിട്ടൊരു അറിവ് കിട്ടുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിട്ട് ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ എന്താണ് പറയുക മറ്റുള്ള ആളുകളായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ത്രീക്കാണ് ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് അതിന് തയ്യാറായി വരുന്ന സ്ത്രീ ആയിരിക്കണം. അതായത് ഇതെല്ലാം മനസ്സിലാക്കി വരുന്ന ഒരു സ്ത്രീയാണ്. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് എപ്പോഴും ബ്രേക്കാവും, എനിക്ക് പ്രിവിലേജസ് ഒന്നും കിട്ടില്ല, മറ്റ് കേസ് സെറ്റിലാവാതെ എനിക്ക് മറ്റൊരു ഭാര്യ എന്നുള്ള രീതിയിലുള്ള മറ്റു പ്രിവിലേജസ് ഒന്നും കിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ റിസ്ക് എടുക്കേണ്ടി വരുന്നത് ഭാര്യയാണ്. അത് നമ്മൾ വീട്ടുകാരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു പ്രോസസ്സിലൂടെ പോവുക. നിങ്ങളൊരു അഡ്വക്കേറ്റിൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യന് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആളുകൾ വാട്സാപ്പിൽ ഇങ്ങനെ ഒരുപാട് ഹായ് 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 എന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കരുത്. അപ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ഒന്ന് ടൈപ്പ് ചെയ്തിടാം, എന്നാലും എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് കോൾസ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കിട്ടുന്ന മുറയ്ക്ക്, എനിക്ക് വായിക്കാൻ പറ്റുന്ന സമയം കിട്ടുന്ന മുറയ്ക്ക് ഓരോന്നിന് റിപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു കണ്ടൻറ്റാണ്, അത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യാമെന്നായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുമായിട്ട് ലിവ് ഇൻ ടുഗദറിലാണ് എന്ന് പറയുന്നത് കുറ്റകൃത്യമല്ല, പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡൾട്ടറിയാണ്, വിവാഹേതര ബന്ധമാണ്, അത് ഡൈവോഴ്സിനുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ വിവാഹിതനാണെങ്കിലും വിവാഹിതയാണെങ്കിലും അവർ മറ്റൊരാളുമായിട്ട് ലിവ് ഇൻ ടുഗദർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നോ ഒന്നും ഒരു കുറ്റകൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പിന്നീട് ലിവ് ഇൻ ടുഗദറിനെ കുറിച്ച് ഞാൻ ലിവ് ഇൻ ടുഗദറിനെ പ്രൊമോട്ട് ചെയ്യല്ല, ലിവ് ഇൻ ടുഗദറിനെ കുറിച്ച് ഒരു അവയർനെസ് അല്ല എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ഒരു അറിവ് നൽകുക മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ചിലവർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കപ്പിൾസ് ലിവ് ഇൻ ടുഗദർ ചെയ്തിട്ട് വിവാഹം കഴിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ലിവ് ഇൻ ടുഗദർ നടത്തിയിട്ട് സ്പ്ലിറ്റപ്പ് ആയി പോയ ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതൊരു ശാശ്വതമായ ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. അത് രണ്ടുപേർക്കും പ്രശ്നമില്ല, അത് രണ്ടുപേരും നല്ല മാച്ചാണ്, നല്ല വൈബുള്ള ആളുകളാണ്, അവർ രണ്ടുപേർക്കും ഈക്വലി ഒക്കെ ആണെങ്കിൽ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞൊരു ഡൈവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരാൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കേസുകളൊക്കെ നടക്കുന്നത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് അതിനകത്തുള്ളത്. ആളുകൾക്ക് അറിവ് കിട്ടട്ടെ, നിങ്ങൾ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും ബൈ ബൈ, താങ്ക് യു.